ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ റെയിൽവേ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം, ആരാണ് സംസ്ഥാനങ്ങൾക്ക് ഈ തരത്തിലുള്ള അതിവേഗ ഹൈസ്പീഡ് സെമി ഹൈസ്പീഡ് ഇൻഫ്രാസ്ട്രക്ചർ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം എന്ന നിലപാടെടുത്തത്? അത് റെയിൽവേ ആണ്. റെയിൽവേ ഇങ്ങോട്ട് കേരളത്തോട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആവശ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ റെയിൽവേയുടെ ആവശ്യപ്രകാരം രൂപം കൊടുക്കപ്പെട്ട അല്ലെങ്കിൽ ആലോചിക്കപ്പെട്ട പദ്ധതി, അതനുസരിച്ച് സംയുക്ത കമ്പനിയുടെ രൂപീകരണവും പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് റെയിൽവേ ആണ്, അല്ലെങ്കിൽ കേന്ദ്രമാണെന്ന് പറയാം. റെയിൽവേ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേന്ദ്രമാണ് ഈ പറഞ്ഞ കാര്യം പ്രപ്പോസ് ചെയ്തത്. സംയുക്ത കമ്പനി രൂപീകരിക്കണം, എന്നിട്ട് സംസ്ഥാനത്തിനകത്ത് ഈ SPV വഴി, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയുള്ള ധനസമാഹരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രപ്പോസ് ചെയ്തത് അവിടെ നിന്നാണ്, മുകളിൽ നിന്നാണ്. ഇവിടുന്ന് അങ്ങോട്ട് സെഷൻ കൊടുത്തതല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് സെഷൻ തന്നാണ്. എന്നിട്ട് ഇപ്പോൾ ഇത് വലിയ പ്രശ്നമാണ്, ഇത് പറ്റില്ല എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? ഇതൊക്കെ കുറേ നമ്മൾ ചർച്ച ചെയ്തതല്ലേ. ഇപ്പം എന്തായാലും അത് കേരളം കൊടുത്തതല്ല കേരയിൽ, കേന്ദ്രം കൊടുത്തതാണ് കേരയിൽ എന്ന് പറയുന്ന ആ ഒരു സമീപനം കൊള്ളാം. പക്ഷേ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ അറക്കൽ ബീവിയെ കെട്ടാൻ അരസമ്മതം എന്നൊരു പഴമൊഴിയുണ്ട്. ഈ അരസമ്മതം വെച്ചിട്ട് അപ്പം വിറ്റു ഗോവിന്ദൻ. പാവപ്പെട്ടവരുടെ അടുക്കളയിലും കക്കൂസിലും ഒക്കെ കയറി കുറ്റിയടിച്ചു പിണറായി വിജയൻ്റെ പോലീസും പീരങ്കിപ്പടയും. 21 കോടി രൂപ ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യണം. എന്തായാലും മഞ്ഞക്കുറ്റി അടിക്കാൻ കോടിക്കണക്കിന് രൂപ എൻ്റെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്തു. ആരോട് ചോദിച്ചിട്ടാണ് ചെയ്തത്? കേന്ദ്ര റെയിൽവേ കുറ്റിയടിച്ചോളം പറഞ്ഞോ? കേന്ദ്ര റെയിൽവേ നിങ്ങൾ മഞ്ഞക്കുറ്റി അടിച്ചോളൂ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വീടുകളിലെ മൂത്രപ്പുരയിലും അടുക്കളയിലും അവരുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലും അവരുടെ വീടിൻ്റെ ഉമ്മറത്തും ഒക്കെ നിങ്ങൾ കുറ്റി അടിച്ചോളാം റെയിൽവേ പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ റെയിൽവേയുടെ ഒന്നും പേര് പറയണ്ട. ഇതൊക്കെ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു തട്ടിപ്പായിരുന്നു. ഒരിക്കലും നടക്കില്ല എന്നറിയാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നടക്കാം, അല്ലെങ്കിൽ നടക്കാനുള്ള ഒരു ശ്രമം തുടങ്ങാം എന്ന് കണ്ടാൽ അതിൻ്റെ പേരിൽ ഇവിടെ വ്യാപകമായിട്ടുള്ള മറ്റു പല മാസപ്പടി പരിപാടികളും ചെയ്യാം. അതായിരുന്നു അതിൻ്റെ ലക്ഷ്യം, അല്ലാണ്ട് വികസനത്തോടുള്ള താല്പര്യമൊന്നുമല്ല. വികസനത്തോടുള്ള താല്പര്യമാണെങ്കിൽ നമുക്ക് ജലഗതാഗതത്തെ ത്വരിതപ്പെടുത്താമല്ലോ. വികസനത്തോടുള്ള താല്പര്യമാണെങ്കിൽ മറ്റു പലതും ചെയ്യാം. അതിനോടുള്ള താല്പര്യമൊന്നും കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ ശബരിമല പാത, അതിൻ്റെ 50% കേരളം എടുക്കണം എന്ന് പറഞ്ഞു. കേരളം നിഷേധിച്ചല്ലോ, തരാൻ പറ്റില്ല എന്നല്ലേ പറയണേ ഇപ്പോൾ. അപ്പോൾ വികസനമാണ് ലക്ഷ്യമെങ്കിൽ നാം എടുക്കേണ്ട സമീപനം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. പിന്നെ ഒരു വികസനവും കേരളം പോലെയുള്ള ജനസാന്ദ്രത കൂടിയതിട്ട് വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനത്ത് ഏത് വികസന പ്രവർത്തനങ്ങൾ എടുക്കുമ്പോഴും അതിന് സാങ്കേതികമായും പാരിസ്ഥിതികമായും സാമ്പത്തികമായും സാമൂഹികമായും മാനുഷികമായും അത് എങ്ങനെയാണ് അതിൻ്റെ പരിവർത്തനങ്ങൾ, അതിൻ്റെ വ്യതിചലനങ്ങൾ എങ്ങനെയാകും എന്നുള്ളത് കൃത്യമായി പഠനം നടത്തണ്ടേ? ഒരു പഠനവും നടത്താതെ, ഒരു പഠനവും ശാസ്ത്രീയമായി ചെയ്യാതെ എന്തൊക്കെയോ അവിടെ ഇവിടെ തക്കട തരികട ചെയ്ത് റെയിൽവേ ബോർഡിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ വളരെ കൃത്യമാണ്, റെയിൽവേ ബോർഡ് അത് നിഷേധിച്ചു, തിരസ്കരിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, വികസനം ഉണ്ടാവണം. അത് സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറിയിട്ടല്ല, സാധാരണക്കാരൻ്റെ അടുക്കളയിലും കക്കൂസിലും മറ്റേ കുറ്റി കുത്തിയിട്ടല്ല, സാധാരണക്കാരനെ ഇല്ലാതാക്കിയിട്ടല്ല. വികസനം ഉണ്ടാക്കണം. ആ വികസനം BJPയുടെ ലക്ഷ്യമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. പക്ഷെ അത് പാവപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് റെസിസ്റ്റൻസ് വരുമ്പോൾ അത് അവരുമായി സംസാരിച്ച് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കണം. അതിന് പകരം ആളുകളെ പോലീസിൽ വിട്ട് അടിച്ച് ഓടിച്ച് അവരുടെ എല്ലൊടിച്ച് അവരുടെ വീട് തകർത്ത് അവരുടെ വീടിനുള്ളിൽ കുറ്റി വെച്ച് കെട്ടി, ഈ സമീപനമൊന്നും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കില്ല, റെയിൽവേ അംഗീകരിക്കില്ല. അരസമ്മതനം മാത്രമേ ഉള്ളൂ, മുഴുസമ്മതം ഇവർക്കൊരിക്കലും കിട്ടില്ല. ഇത് BJP അസന്നിഗ്ധമായി അന്ന് പറഞ്ഞതാണ്. അതേ വാക്ക് BJP ഇന്നും പറയുന്നു. ശരി.